എൻ്റെ ഒരു കലാജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ വിവിധ സംഗീത മേഖലയിൽ സഞ്ചരിച്ച ഒരു അനുഭവജ്ഞാനമാണ് ശരിക്കും എനിക്കുള്ളത്. എന്തെന്ന് വെച്ചാൽ ക്ലാസിക്കൽ സംഗീതം ഗാനപ്രവീണ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിലുപരിയായിട്ട് സോപാന സംഗീതം, അല്ലെങ്കിൽ കാവാല സാറോടുള്ള ബന്ധം, ശശികുമാർ സാറുടെ ബന്ധം, ഇതെല്ലാം കിട്ടിയത് അതിൻ്റെ അനുഭവം നമുക്ക് വളരെയധികം മൂല്യവത്താണ്. ഇപ്പം തന്നെ അടൽ രാമകൃഷ്ണൻ ഉള്ള വ്യക്തി മഹാപ്രതിഭ. ഞാനിപ്പോൾ ഇനി അങ്ങനെ വിളിക്കുന്നു. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് വരെ പലതും ഇതുവരെ ഒരു മോഹിനിയാട്ട രൂപം ഒരു പുരുഷൻ അവതരിപ്പിക്കുന്നത് വളരെ തുച്ഛമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. വളരെ വളരെ തുച്ഛമാണ്. പക്ഷെ അതത്ര വളരെ മനോഹരമായിട്ട് ചെയ്തു. അതുപോലെ പെരിങ്ങോട് ചന്ദ്രൻ, അദ്ദേഹത്തിനെ നമുക്കിവിടെ ഈ സ്റ്റേജിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ഈ രണ്ടുപേരെയും കാവാലം സംസ്കൃതിയും കാവാലം സ്കൂളും വിസ്മയ മാക്സും കാസും കാമിയോയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3-4 സംഘടനയുടെ ഒരു കൂട്ടായ്മയാണ് ഇത് വിളിക്കുവാൻ മെയിൻ കാര്യം. അവർക്ക് അതിൻ്റെ മൂല്യം. പക്ഷെ രാമകൃഷ്ണന്റെയും പെരിങ്ങോടിജിയുടെ നിങ്ങൾ വായന കേട്ടല്ലോ, അസാധ്യം എന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതുപോലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് കലാമണ്ഡലം ആനന്ദ്. ഞാൻ ചോദിക്കുമായിരുന്നു നിങ്ങളുടെ മേൽ എങ്ങനെ ഇത്രയും കെമിസ്ട്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ഇവർ ഒരേ കാലഘട്ടത്തിൽ കോളേജിൽ പഠിച്ചാണ്, കലാമണ്ഡലത്തിൽ പഠിച്ചാണ്. അപ്പം ഒരേ പാണിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. ഇനി എത്രയും പറയാൻ കാര്യം വേറൊന്നുമില്ല. ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ നിമിത്തം ഈ രാമകൃഷ്ണജിയെ കൊണ്ടുവരാൻ നിമിത്തം എൻ്റെ പ്രിയ സുഹൃത്തായ ഇന്നിപ്പം രണ്ടാമത്തെ ഇത് ചിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ അനിൽ പഴവീട്, സോപാനം എന്നുള്ള സംഘടനയിൽ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത ഒരു കസേരയിലാണ് പിന്നെ അനിൽ പഴവീട് അവിടെ എത്തിപ്പെടുന്നത്, അല്ലയോ? അപ്പം എനിക്ക് വളരെയധികം അത് അവൻ കറക്റ്റായിട്ട് അനിൽ കാത്തു സൂക്ഷിച്ചു. സതീഷ് തുരുത്തി, ഈ ഞങ്ങൾ 3 പേരുമായിരുന്നു പിന്നെ ഒരു മ്യൂസിക്കിൻ്റെ സെക്ഷനിൽ. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറിയെങ്കിലും പിന്നെ മറ്റുള്ള സംസ്കാരത്തിലൊക്കെ വന്നു. രണ്ടുപേരുടെ ഇന്ന് നമുക്ക് ഈ വേദിയിൽ കിട്ടിയത് ഞങ്ങളുടെ എല്ലാവരുടെയും, ഈ സംഘടനയുടെ എല്ലാവരുടെയും കൂടെ ഒരു ഭാഗ്യവും നിമിത്തവും ചില മെസ്സേജസും കൂടാണ് എന്നേ പറയാനുള്ളൂ.